CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കെ അനിൽകുമാർ, ഹൈക്കോടതിക്ക് വരെ ബോധ്യമായി ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ സ്വർണ്ണ മോഷണത്തിന് ഉത്തരവാദികളെന്ന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉണ്ട് എന്ന്. എന്നിട്ടും എങ്ങനെയാണ് PS പ്രശാന്തിനെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ട് അതേ പദവിയിൽ തന്നെ ഇരുത്തുന്നത്? അദ്ദേഹത്തോട് രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ പറയണ്ടേ? അല്ല, ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് അന്വേഷണത്തെ ശരിവച്ചിരിക്കുകയാണ്. അന്വേഷണം ശരിവെച്ച ഹൈക്കോടതിയുടെ നിലപാടിനനുസരിച്ച് PS പ്രശാന്തിന് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഇതുവരെ അന്വേഷണത്തെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തരത്തുള്ള കാലം പിന്നെ ഇത് രണ്ടെങ്ങനെ ഒരു രണ്ടു കൊള്ളത്തെ കാലി കൂട്ടുന്നത്? ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം തൃപ്തികരമാണ്. ഓക്കെ, അപ്പൊ അന്വേഷണം തൃപ്തികരമാണെന്ന് പറയുമ്പോൾ അതിൽ PS പ്രശാന്തിന് പങ്കുള്ളതായിട്ടാണോ കണ്ടത്? അല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈക്കോടതി പറയുന്നത് ശരിയാവുന്നത്? ഹൈക്കോടതി ആരുടെയും വാദം കേട്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ 1 മണിക്കൂർ നേരം അടച്ചിട്ട മുറിയിൽ ആരെയും കയറ്റാതെ പോലീസുകാരോട്ട് കോടതി സംസാരിച്ചു. വക്കീലന്മാർ വാദിച്ചോ? ഇല്ല. കൊടുത്ത കടലാസിൽ അവരുടെ കടലാസിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനം എന്താ? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ള നിർദ്ദേശമാണ്. നിർദ്ദേശം അവർ കേൾക്കട്ടെ. നമുക്കൊരു ഉത്തരവ് ബൈൻഡിങ് ആകുന്ന എപ്പോഴാണ്? നമ്മളെ കൂടെ കേട്ടിട്ട് തീരുമാനം എടുക്കുമ്പോഴാണ്. ദേവസ്വം ബോർഡിനെ കേട്ടോ? കേട്ടിട്ടില്ല. ഇന്നലെ കോടതി ഉണ്ടായ നടപടി എന്ന് പറയുന്നത് ഇൻ ക്യാമറയാണ്. അതിൽ വക്കീലന്മാരെ പോലും ഇറക്കി വിട്ടു. അങ്ങനെയൊക്കെ കോടതി ചെയ്യാൻ പാടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വക്കീലന്മാർക്ക് പ്രവേശനം ഇല്ലാത്ത എന്ത് കോടതിയാ? ഏതെങ്കിലും റിപ്പോർട്ട് ഉണ്ടായി നേരിട്ട് വാങ്ങിച്ചാൽ പോരെ? കോടതി മുറിയിൽ നിന്ന് എല്ലാവരും പുറത്തിറക്കിയിട്ടാണോ കോടതി നടത്തുന്നത്? നമ്മൾ നടക്കുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്, മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് കോടതി എന്താണ് ചെയ്തത് ഉത്തരവിലുണ്ട്. ഉത്തരവ് എന്താണോ അത് നടപ്പാക്കട്ടെ. അല്ല, ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് പറയുമ്പോൾ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പങ്കാളിത്തം പോലും പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് ആരെ വിഡ്ഢിയാക്കുവാനാണ് ശ്രീ കെ അനിൽകുമാർ? ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി അതിലെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ട് അതിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതി ഇന്നൊരു ചെറിയ ഇടക്കാല ഉത്തരവ് നൽകിയത്. അതിന് ഉത്തരവല്ലെന്നും കൂടി താങ്കൾ പറയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2019 കാര്യം മാത്രമല്ല, അത് അങ്ങനെയാണ്. 2019 നടന്ന വലിയ ക്രമക്കേടാണ്. നിങ്ങളത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രമായിട്ട് കെട്ടിവെക്കുകയാണ്. ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതി പറയുന്നത് എന്താണ്? 2019 മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന്. മോഷണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറയുന്നത്. അത് ക്രമക്കേടല്ലാതെ പിന്നെ എന്താണ് ശ്രീ അനിൽകുമാർ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലല്ല, ഉണ്ണികൃഷ്ണൻ അല്ലെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, ഒരു ബൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പ്രശാന്തിന്റെ, ഒരു 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്, ഞങ്ങൾ മാറ്റി നിർത്തിയതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. മാറ്റി നിർത്തിയ ഒരാൾക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എടുത്തു കൊടുക്കുമോ ഇത്? അതെ. അപ്പൊ നിങ്ങളിപ്പോ എത്രത്തോളം വിഡ്ഢിയായിട്ടാണ് ഈ ചർച്ചയിൽ എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. വിഡ്ഢിയാക്കുകയല്ല, നിങ്ങൾ സ്വയം വിഡ്ഢിയാകുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തവണ ഈ 2025 ശില്പങ്ങൾ കൊടുത്തു വിട്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈയിലേക്ക് എത്തിച്ചു കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെന്നൈ എത്തിച്ചു കൊടുത്തോ? കൊടുത്തോ? എന്റെ എന്ത് മാധ്യമ പ്രവർത്തനം നിങ്ങൾ? പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയൂ എങ്ങനെയാണെന്ന് പറയുന്നത്? നിങ്ങളുടെ സ്പോൺസർ ആരായിരുന്നു? ഓ, അത് ശരി. ഇപ്പൊ അതാണ് സ്പോൺസർ ആരാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഇത്തവണ നടന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വയം വിഡ്ഢിയാകാതിരിക്കണം. ഇത്തവണ നടന്നതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് കോടതിയും മനസ്സിലാക്കുന്ന എന്റെ ധാരണ. എന്താ ഇത്തവണ നടന്നത്? കോടതിയും വിഡ്ഢിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ, നിങ്ങളുടെ കാര്യം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോടതി എന്റെ കൂട്ടേണ്ടതിനാ. ഞാൻ കോടതി പറഞ്ഞു മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഈ കാര്യം അറിയുകയും ചെയ്യാം. താങ്കൾ ഈ വളച്ചു കെട്ടി പറയാതെ പിന്നെ ആരുടെ കയ്യിലാണ് ഇത് എത്തിയത്? അല്ല, ആരുടെ കയ്യിലാണ് എത്തിയത് പറയൂ. എന്തുകൊണ്ട് വിട്ടുതരാം? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തവണ ആരാണ് ഈ ദ്വാരപാലക വിഗ്രഹം അല്ലെ ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയത്? നിങ്ങൾക്കറിയാവോ? ദ്വാരപാലക ശില്പമൊന്നും അല്ല കൊണ്ടുപോയത്, അതിന്റെ പാളികളാണ് അഴിച്ചെടുത്ത് കൊണ്ടുപോയത്. ശില്പമൊക്കെ അവിടെയുണ്ട്. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങാണോ? താങ്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ അങ്ങോട്ടും പഠിപ്പിക്കാൻ തുടങ്ങും. അതെ, അങ്ങനെയാണ്. നിങ്ങൾ പഠിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. അല്ല, പിന്നെ താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചോ? ഒന്ന് വായിച്ചു നോക്കൂ. താങ്കൾ വായിച്ചു കാണുമല്ലോ, താങ്കൾ അഡ്വക്കേറ്റ് അല്ലേ? മിസ്റ്റർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും മിസ്റ്റർ.
ഇത്തവണ ആരാണ് ഈ പോറ്റിയാണോ ഈ ചെന്നൈയിലേക്ക് നന്നാക്കാൻ കൊണ്ടുപോയത്? ഇവിടുന്ന് കൊണ്ട് പോറ്റിയുടെ കയ്യിൽ കൊടുത്തു. പോറ്റി മറ്റേ എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ്, സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്, അത്രേ ഉള്ളൂ. പോറ്റിയുടെ കയ്യിലാണല്ലോ ഇത് എത്തിയത്. നിങ്ങൾ വിഡ്ഢിയാന്ന് പറഞ്ഞാൽ കൊണ്ടാ, നിങ്ങൾ വിഡ്ഢിയാസുരനാണ്. വിഡ്ഢിയാസുരനാന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം എന്ന്. ഇത്തവണ ശബരിമലയിൽ നിന്ന് ഇത് കൊണ്ടുപോയത് പോറ്റിയല്ല. രണ്ട്, ഒരു ഘട്ടത്തിൽ പോലും ഇത് പോറ്റിക്ക് കൈമാറിയിട്ടില്ല ഈ പ്രശാന്തിന്റെ കാലത്ത്. അത് മനസ്സിലാക്കാതെയാണ് രാവിലെ ചോദ്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്തൊരു മാധ്യമ പ്രവർത്തന ഗതികേടല്ലേ. പിന്നെ താങ്കൾ പറയും ആരാണ് കൊണ്ടുപോകുക, അല്ല ആർക്കാണ് കൊണ്ട് എത്തിച്ചു കൊടുത്തത്, ആരായിരുന്നു ഇവരുടെ ഇട, അല്ലല്ല ആരാണ് ഇടുന്നില്ല. ഓ, അപ്പൊ ഇടനിലയാണോ? ഇത് എന്താണ് താങ്കൾ പറയുന്നത്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഗ്യാരണ്ടി, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2025-ലും ഇത് മെയിൻ്റെനൻസിന് വേണ്ടി ഏൽപ്പിച്ചുവെന്ന്. പിന്നെ എന്താണ് താങ്കൾ പറയുന്നത്? നിങ്ങൾ വിഡ്ഢിത്തരം പറഞ്ഞിട്ട് വീണടുത്ത് കിടന്ന് ഉരുളരുത് കേട്ടോ. ഞാൻ ഉരുണ്ടില്ല, താങ്കൾ ഉരുണ്ട് മറിയുകയാണ്. എന്നാൽ നിങ്ങൾ തലകുത്തി നിൽക്കുക. ഞാൻ നിങ്ങൾ തലകുത്തി നിൽക്കണ മഞ്ജുഷേ, ഞാൻ അല്പമെങ്കിലും വെളിവുണ്ടെന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. മഞ്ജുഷോട് ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം, ആ ഫയൽ നോക്കുന്ന മുഴുവൻ പേർക്കും അറിയാം, തിരുവാഭരണ കമ്മീഷൻ ചെന്നൈക്ക് പോയോ? അതിന്റെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണോ? അത് കൊണ്ടുപോയപ്പോൾ ദേവസ്വം ഓഫീസർ ഉണ്ടായിരുന്നോ? അത് കൊണ്ടുപോയപ്പോൾ തന്ത്രിയുടെ അനുവാദം ഉണ്ടായിരുന്നു? അത് കൊണ്ടുപോയപ്പോൾ സ്മിത്ത് അളവെടുത്തോ? അത് കൊണ്ടുപോയപ്പോൾ എഞ്ചിനീയർ ഉണ്ടായിരുന്നോ? ദേവസ്വം വിജിലൻസ് ഉണ്ടായിരുന്നോ? ഇവർ ഒരുമിച്ചാണ് ഇത് കൊണ്ടുപോയെന്നുള്ളത് ഏത് മാധ്യമത്തിലാണ് വരാത്തത്? നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ പൊന്ന് അനിൽകുമാർ, ഇത് ആർക്കാണ് കൊണ്ട് കൊടുത്തത് അത് കൂടെ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. ഇത് പറയാം, ഇത് ഹാൻഡ് ഓവർ ചെയ്ത് ആർക്കാണ്? അത്രയും കാര്യം വ്യക്തമായി. അതെനിക്കും അറിയാം എന്റെ പൊന്ന് അനിൽകുമാർ, എനിക്കും അറിയാത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. ഞാൻ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞില്ല, അത്രേ. അതിൽ പിടിച്ചു തൂങ്ങണ്ട താങ്കൾ. അപ്പൊ ഇനി ഒരു കാര്യം, ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊണ്ടു കൊടുത്തത്. അതാണ് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വിഡ്ഢിത്തരം. സ്മാർട്ട് ക്രിയേഷൻസ്, ഇത്രയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ വിഡ്ഢിത്തരം സ്മാർട്ട് ക്രിയേഷൻസ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് നമ്മൾ ഇടപെടങ്ങി. താങ്കൾ ഈ പറയുന്നതൊക്കെ ജനങ്ങളെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങളല്ലേ വിഡ്ഢിത്തരം. ഞാൻ ഒറ്റ പാരഗ്രാഫ് വായിക്കാം, അതിനുള്ള മറുപടി താങ്കൾ പറയുമോ? താങ്കൾക്ക് മറുപടി പറ്റുമെങ്കിൽ. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ആ കാര്യം നോക്കിയിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അല്ല കൊടുത്തുവിട്ടത് എന്നുള്ള കാര്യം താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇല്ലയോ? ദ റെക്കോർഡ് റിവീൽസ് ദാറ്റ് അല്ലല്ല, ദേവസ്വം കമ്മീഷണർ പോലും 30/7/2025 പറഞ്ഞതാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് സാങ്കേതികമായിട്ട് വൈദഗ്ധ്യമില്ല, അവർക്ക് കൊടുക്കരുത് എന്ന്. 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആ ഉത്തരവ് തിരുത്തി. ഇല്ല, ഞാൻ തോറ്റിട്ടില്ല. ഏത് സംഭവത്തിനും, ഇക്കാര്യത്തെ കുറിച്ചുള്ള ഏത് സംഭവത്തിനും ഞാൻ തയ്യാറാണ്. ഏത് സംഭവത്തിനും. താങ്കൾ പറഞ്ഞോളൂ, താങ്കൾ മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ ഞാൻ ചോദിക്കുള്ളൂ. താൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കുക. അതായത് എന്താ ഇത്തവണ സംഭവിച്ചത്? 2025 സംഭവിച്ചത്, ഈ തിരുവാഭരണങ്ങളുടെ കസ്റ്റോഡിയൻ തിരുവാഭരണ കമ്മീഷനാണ്. ആ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ നിന്ന് ഇത് പുറത്തു പോയിട്ടില്ല. രണ്ട്, ഇത് അഴിച്ചെടുത്തപ്പോൾ ദേവസ്വത്തിന്റെ സ്മിത്ത് അളവെടുത്തു. എഞ്ചിനീയർ അത് അഴിച്ചെടുക്കുമ്പോൾ അവിടെ ഉണ്ട്. ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അവിടെയുണ്ട്. ദേവസ്വത്തിന്റെ വിജിലൻസും അവിടെയുണ്ട്. ഇവരുടെ എല്ലാം മകസന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ കൊണ്ടുപോയത്. 3, കൊണ്ടുപോയപ്പോൾ അതിൽ സ്വർണ്ണമെത്ത ചെമ്പെത്ത എങ്ങനെയാണ് അളവുണ്ട്, അത് പിന്നെ CCTVയിൽ എടുത്തിട്ടുണ്ട്. 4, ഇത് കൊണ്ടുപോയത് പോറ്റിയുടെ വീട്ടിലേക്കല്ല, 40 കൊല്ലം വാറണ്ടി തന്ന സ്ഥാപനത്തിലേക്കാണ്. അവിടെ ചെന്ന് ഇവർ ക്യാമ്പ് ചെയ്താണ് പണിയെടുത്തത്. പണിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ സ്വർണത്തിന്റെ പൂശുന്നതിന് കൂടുതൽ സ്വർണം വേണ്ടി വന്നു. എത്രയാണോ കൂടുതൽ വേണ്ടി വന്നത് അത് ആ കമ്പനിയെ കൊണ്ട് മുടക്കിച്ചു. അത് പൂശി തിരിച്ചു കൊണ്ടുവന്ന് 17-ാം തീയതി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ കൊണ്ടുപോയതിലും കൊണ്ടുവന്നതിലും തെറ്റ് പറ്റിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഈ 17-ാം തീയതി കൊണ്ടുപോകാൻ ഞാൻ രണ്ട് സംശയം ചോദിച്ചോട്ടെ. ഈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ആരെ അറിയിക്കണമായിരുന്നു? അല്ല, തിരുവാഭരണ കമ്മീഷണറെ മാത്രം അറിയിച്ചാൽ മതിയോ? അദ്ദേഹം മാത്രം മതിയോ? മതി. ഞാൻ പറഞ്ഞു വെച്ചോ. ഇനി ഞാൻ ഉത്തരം പറയാം. അത് അറിയിക്കുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയപ്പോ എന്ത് ചെയ്തു? ഹൈക്കോടതിയോട് പറഞ്ഞു. കോടതി ആ ഉദ്യോഗസ്ഥന് മാപ്പ് കൊടുത്തു. എന്താ കാരണം? നടന്ന കാര്യം CCTVയിൽ എടുത്ത് കാണിച്ചു. സമ്മതിച്ചു. പക്ഷേ ഹൈക്കോടതി അല്ല മാപ്പ് കൊടുത്തതല്ലേ? ഈ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയത് 2019 കൊള്ള, 2019 മോഷണം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. ഹൈക്കോടതിക്ക് നിലവിൽ അത് ബോധ്യമാണ് സാർ. ശ്രീ അനിൽകുമാർ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രണ്ടാമതും കൊടുത്തുവിട്ടത് 2025 കൊടുത്തുവിട്ടതിൽ സംശയമല്ല. അത് 2019 കാര്യം ആവർത്തിക്കുന്നതിന്, അത് മറച്ചു വെക്കുന്നതിന് എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി അതേപറ്റിയുള്ള അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശ്നം എന്താണെന്ന് പറയട്ടെ. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ടില്ല.
അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ അപ്പോൾ പറയും ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയതെന്ന്. ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, ഭരണസമിതിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിൽ പറഞ്ഞ് ആ ഒറ്റ സെന്റൻസിൽ പിടിച്ച് തൂങ്ങരുത് താങ്കൾ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, എനിക്ക് തൂങ്ങേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പോറ്റി എങ്ങനെ ഇപ്പൊ പുറത്തു വന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് പോറ്റി ആരോപണം ഉന്നയിച്ചു. അപ്പോഴല്ല ഈ സംഭവം വെളിയിൽ വന്നത് 2025 ശബരിമല സന്നിധാനത്ത് നടന്ന രഹസ്യമായിട്ട് രാഖി രാമായണം നടത്തിയ, താങ്കൾ പറഞ്ഞു അത് വളരെ സുതാര്യമായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നുവെന്ന്. ഇത് സുതാര്യമല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ബോധ്യമായി, അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് ഇത് വെളിയിൽ വന്നത്. അല്ല ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നല്ല, നിങ്ങൾ അത് പീഠത്തിലേക്ക് കൊണ്ടുവയ്ക്കാനായിരിക്കും. അതൊന്നുമല്ല, ഈ സ്പെഷ്യൽ കമ്മീഷണർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. സ്പെഷ്യൽ കമ്മീഷണർ കൈയടി കൊടുക്കണം. പ്രശാന്തിന്റെ കള്ളത്തരമൊക്കെ ഇവിടെ പുറത്തു കൊണ്ടുവന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണറാണ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് പറയാനുണ്ട്. ഒന്ന്, ഈ 2019 ഹൈക്കോടതി കമ്മീഷൻ ഇല്ലേ? ഹൈക്കോടതി അതിലേക്ക് അന്വേഷണം പോയി. 2023 കമ്മീഷൻ വന്നത്. 2019 അതുകൊണ്ട് വെളിയിൽ വന്നില്ല സാർ. 2019 വെളിയിൽ വന്നില്ല. 6 വർഷവും അത് രഹസ്യമായിട്ടിരുന്നു. കേക്കൂ സാർ, ഒന്ന് കേക്കൂ. 2019 ശബരിമല ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ അവിടെ ഉണ്ടെന്ന് 2023 എന്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. ഞാൻ കേക്കൂ സാർ, ഈ 2019 ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണർമാർ അവിടെ ഉണ്ടോ? ദേവസ്വം കമ്മീഷണർമാരുണ്ട്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണറാണ്. 2023 എന്റെ ഒരു ഓർമ്മ. ശരി, നിങ്ങളുടെ ഓർമ്മയല്ല, ഞാൻ പറഞ്ഞുതരാം, ഒരു പേര് പറഞ്ഞുതരാം. ശ്രീ SP കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? ശരി, ആയിക്കോട്ടെ. ശബരിമലയില് ദേവസ്വത്തിന് വേണ്ടി ശബരിമല ഹൈക്കോടതിയിൽ നിയമിച്ചിട്ടുള്ള കമ്മീഷണറാണ് SP കുറുപ്പ്. അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത ദേവസ്വം ബോർഡാ. എവിടുന്ന്? ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറാണ്. ഈ കട്ടളപ്പാളി എവിടുന്ന് കൊണ്ട് സ്ഥാപിക്കുമ്പോൾ കുറുപ്പ് അവിടെ നിൽക്കുന്ന പടം നിങ്ങൾ കണ്ടിട്ടില്ല? പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇപ്പൊ ഹൈക്കോടതിയുടെ ഏതോ ഇത് കൊണ്ട് കണ്ടുപിടിച്ചു നിങ്ങൾ പറയുമ്പോൾ 2019 ഹൈക്കോടതിയുടെ ആളുകൾ അവിടെ ഇല്ലേ? അന്ന് കണ്ടുപിടിച്ചില്ല. പരിശോധിക്കാത്തത് കണ്ടുപിടിച്ചതായോ കുറ്റം? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കൂലേ? നിങ്ങൾ കേൾക്കൂലേ? നിങ്ങൾക്ക് മനസ്സിലാക്കൂല. നിങ്ങളെന്താ മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഈ വിഷയം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് അനുകൂലമാണോ എതിരാണോ പോറ്റി? ദ്വാരപാലക ഇതിന്റെ പീഠങ്ങള് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്, കാണാതെ പോയി, അല്ലെങ്കിൽ അത് ഇല്ലാന്ന് വിവാദം ഉണ്ടാക്കിയത് 17-ാം തീയതി പോറ്റിയല്ലേ? അതോടുകൂടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്? ഈ പോറ്റി സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ച കാര്യം പിടിച്ചെടുത്തത് ദേവസ്വല്ലേ? ആ ദേവസ്വത്തിനെതിരായിട്ടാണോ നിങ്ങൾ വർത്താനം പറയണത്? അപ്പോൾ ഈ ഹൈക്കോടതി പറയുന്നതിനൊന്നും ഒരു വിലയില്ല എന്നാണോ? ഇന്നലത്തെ ഉത്തരവിൽ പറയുന്ന കാര്യത്തിനൊന്നും ഒരു വിലയില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഹൈക്കോടതി പറയുന്നതിന് ഒരു വിലയില്ലെന്ന് പറയില്ല. ഹൈക്കോടതി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ചെയ്തത് ശരിയാണ്, അവർ ശരിവെച്ചിട്ടുണ്ട്, ബാക്കി അന്വേഷിക്കട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാര്യം തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ PS പ്രശാന്തിന് ആ പദവിയിൽ ഇരുന്ന് അന്വേഷണം നേരിടാനുള്ള അർഹതയില്ല സാർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് കാലാവധി കൂടി നീട്ടി നൽകി ഈ വിശ്വാസികളെ അപമാനിക്കരുത്. നവംബർ വരെയാണ് കാലാവധി. അത് കഴിഞ്ഞ് പിന്നെ ആ കസേരയിൽ ഇരുത്തരുത്. അത്രയേ ഉള്ളൂ ലാൽകുമാർ. നിങ്ങളുടെ മാധ്യമങ്ങളുടെ അജണ്ടക്കും ഞങ്ങൾ അതൊരു അജണ്ട തന്നെയാണ് സാർ. അതെങ്ങനെയാ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും? അല്ലല്ല ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ 400 ഗ്രാം സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇമെയിൽ അയക്കുകയാണ്. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സ്വർണം ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചോ? ആ സ്വർണം എങ്ങനെയാണ് ബാക്കി വന്നത്? ഈ പറയുന്ന 2 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ആ സ്വർണം മുഴുവൻ അരിച്ചെടുത്ത ശേഷമാണ് ഈ പോറ്റി എൻ്റെ ഒരു 400 ഗ്രാം സ്വർണം ബാക്കിയുണ്ട്, 50 പവനുണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നത്. നിങ്ങൾ എന്ത് നടപടിയാണ് അന്ന് എടുത്തത്? എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന്. ഈ പറയുന്ന PS പ്രശാന്ത് തന്നെ, PS പ്രശാന്ത് ഈ സംഭവം വെളിയിൽ വന്ന സമയത്ത് പറഞ്ഞ ഒറ്റ ബൈറ്റ് ഉണ്ട്, ഒരു ബൈറ്റ്. അത് താങ്കളോട് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഒറ്റ സെക്കൻഡ്. അല്ലല്ല പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട് രാവിലെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോവാം. ഈ 493 ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാവോ? നിങ്ങളിപ്പോ പറഞ്ഞ അടുത്ത മണ്ടത്തരാ. ഇനിയിപ്പോ ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കണോ താങ്കളെ? അത് നിങ്ങളുടെ കയ്യിലിരിക്കണം. ഞാൻ എടുക്കട്ടെ, ഇപ്പൊ എടുക്കാം. നിങ്ങളുടെ ഇല്ലാത്ത അതെ, ഭാഗ്യത്തിന് ആ പേജ് തന്നെ കിട്ടി. ഇൻ സോഫാർ ആസ് എ സൈറ്റ് ഫോർ അല്ലല്ല നോക്ക് Mr. Unnikrishnan Potti was wrongfully permitted by the Devaswam official to retain approximately 409 grams of gold extracted from the gold-cladded frames. The officials were fully aware of this fact, yet took no steps to recover the gold. Notably, an email from Mr. Unnikrishnan Potti seeking the board's concurrence to utilize the said gold for the marriage of a girl known to him has been brought to our notice.
Consequently, crime number 3701 of 2025 has been registered inter alia under section 403 406. ഇത് മൂന്നാമത്തെ പേജിലെ ആറാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കണം സാർ. എന്നിട്ട് പറയാണ് പോറ്റി ഒന്നും പറഞ്ഞില്ല എന്ന്, സ്വർണം ബാക്കിയുള്ള കാര്യം. അല്ലല്ല, നിങ്ങൾ വേറെ വഴിക്ക് പോകും. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. പോറ്റിയുടെ മെയിലില് ഇത്ര ഗ്രാം സ്വർണം മിച്ചമുണ്ടെന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടായ സ്വർണത്തിൽ അത് ദ്വാരപാലക ശില്പങ്ങൾ പൂശിയ ശേഷം കുറച്ച് സ്വർണം മിച്ചമുണ്ട്. ഇതിൽ മിച്ചം വന്ന സ്വർണ്ണമാണെന്ന് എടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ ആ മെയിൽ കണ്ടില്ല. ഞാൻ ആ മെയിൽ വായിച്ചു നോക്കി. ഈ മെയിലിനകത്ത് അല്ലല്ല, അതൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം ഇപ്പൊ സർക്കാരിനെതിരെ എന്തെങ്കിലും ഉണ്ടാക്കാനതുള്ള വകുപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞങ്ങൾ കൃത്യമായിട്ട് നല്ല രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുകയാണ്, ഒരു കുറ്റത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. കുറ്റവാളികളെല്ലാം പുറത്തു വരട്ടെ, അന്വേഷണം ഫലപ്രദമായ കാര്യമാണ്. അത് പ്രശാന്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രശാന്തിലേക്ക് തന്നെ വന്നപ്പോൾ പ്രശാന്ത് മിണ്ടുന്നില്ല. അതിന്റെ പള്ളക്ക് കയറണ്ട, അത് തന്നെ പോയിന്റ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പള്ളക്ക് കയറാൻ വരണ്ട. അത്രയാണ് ഉത്തരം. ശരി, നന്ദി ശ്രീ അനിൽകുമാർ.